നമസ്കാരം. മഹായുതിയിലെ വല്യേട്ടൻ തർക്കമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയം. ബി.ജെ.പിയും ശിവസേന ഉദ്ധവ് വിഭാഗവും ഇതിലൊരു തീരുമാനത്തിലെത്തുമ്പോഴേക്കും അജിത് പവാറും കൂട്ടരും സഖ്യം വിട്ടേക്കാം എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എൻ.സി.പി അജിത് പവാർ വിഭാഗത്തിന്റെ വക്താവായ അമോൽ മിത്കാരിയാണ് ഇതിന്റെ സൂചനകൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അജിത് ദാദായെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡിയുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത അജിത് ദാദ പരിശോധിക്കും എന്നാണ് മിത്കാരി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും താൻ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും, പക്ഷേ അന്തിമ തീരുമാനം അജിത് ദാദയുടേതും അംബേദ്കറിന്റേതുമാണ് എന്നുമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്. അജിത് പവാർ മഹായുതി സഖ്യം വിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് മിത്കാരിയുടെ ഭാഗത്ത് നിന്നും ഇതിന് ഊർജ്ജം നൽകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന കൂടി പുറത്തു വന്നിരിക്കുന്നത്. എം.വി.എ, എൻ.സി.പി, ശിവസേന, ബി.ജെ.പി സഖ്യം തമ്മിലുള്ള ത്രികോണ മത്സരം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് സംസ്ഥാനത്തെ പ്രമുഖരായ ബി.ജെ.പി നേതാക്കൾ ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഈ പൊതു തെരഞ്ഞെടുപ്പിൽ 48 ലോക്സഭാ സീറ്റുകളിൽ 17 സീറ്റുകൾ മാത്രമേ ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിന് നേടാൻ സാധിച്ചുള്ളൂ. 30 സീറ്റുകളാണ് മഹാവികാസ് അഘാഡിക്ക് ലഭിച്ചത്. ഒരു സീറ്റിൽ സ്വതന്ത്രനായ വിശാൽ പട്ടേലിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അജിത് പവാറിന്റെ എൻ.സി.പി 4 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഇതിൽ അവരുടെ ഉരുക്കുകോട്ടയായ ബാരാമതി മണ്ഡലം ഉൾപ്പെടെ 3 സീറ്റുകളിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല അജിത് പവാറിന് വലിയ സ്വാധീനമുള്ള പടിഞ്ഞാറൻ വടക്കൻ മഹാരാഷ്ട്രയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷുഗർ ബെൽറ്റിൽ ഒരു സീറ്റ് പോലും ഇവർക്ക് നേടാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതേസമയം ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പി ഈ ഷുഗർ സീറ്റിൽ 4 സീറ്റുകൾ ഉൾപ്പെടെ 8 സീറ്റുകൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം മഹായുതി സഖ്യത്തിൽ നിന്നും അജിത് പവാർ വിഭാഗം രാജിവെച്ച് പുറത്തു വന്നെങ്കിൽ മാത്രമേ സഖ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയൂ എന്നാണ് അംബേദ്കറുടെ പാർട്ടിയായ വഞ്ചിത് ബഹുജൻ അഘാഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങും മുൻപ് തന്നെ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.